Hi friends, once again welcome back to Shamie Tech. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പ് ഡിസപ്പിയറിംഗ് മെസ്സേജൊക്കെ വന്നു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. വന്ന സമയം തന്നെ ഒരുപാട് ചാനൽസ് അതിനെപ്പറ്റിയുള്ള അപ്ഡേഷൻസ് ഇട്ടു. ബട്ട് എന്നിട്ടും ഞാൻ അതിനെപ്പറ്റിയുള്ള അപ്ഡേഷൻസ് ഇടായിരുന്നത് വേറൊന്നും കൊണ്ടല്ല. കാരണം ഞാൻ കഴിഞ്ഞ ഇട്ട വീഡിയോ അത് ഒരുപാട് നല്ല ഹൈ ലെവലിലേക്ക് പോയി. പക്ഷെ അതിൻ്റെ ആ വ്യൂസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് അടുത്ത വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. സോ അതാണ് ആ വീഡിയോ ഒന്നും ഇടാത്ത. സോ ഞാൻ അതിനെപ്പറ്റി വേറൊരു വീഡിയോയിൽ ഞാൻ വിശദീകരിച്ച് പറയാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രത്യേകമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഗൂഗിൾ അതിൻ്റെ പുതിയ ഒരു ഫീച്ചർ അല്ലെങ്കിൽ പുതിയൊരു ആപ്ലിക്കേഷൻ, മണി ഏർണിംഗ് ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നമുക്ക് ബീറ്റ ലെവലിൽ ഗൂഗിളിൽ ഇന്ത്യയിൽ പരീക്ഷിക്കാൻ പോവുകയാണ്. അത് നമുക്ക് ചെറിയ എമൗണ്ട് ഒക്കെ വീട്ടിലിരുന്നു കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഗൂഗിൾ ടാസ്ക് മേറ്റ് എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്താൽ കിട്ടും. ബട്ട് അതിൻ്റെ ഇപ്പോൾ അത് നമുക്ക് ബീറ്റ വേർഷനിൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന സ്ഥിതിക്ക് അതിൻ്റെ റെഫറൽ കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റൂ എന്നതാണ് ഒരു പ്രശ്നം. കാരണം അതായത് വാട്സാപ്പ് ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, യൂട്യൂബ് ഷോർട്സ് ഒക്കെ വരുന്നതിന് മുമ്പ് യൂട്യൂബ് ഷോർട്സൊക്കെ ബീറ്റ വേർഷൻ നന്നായിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന് വിജയകരമായി എന്ന റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ആപ്ലിക്കേഷനിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യും. ഇന്ത്യയിൽ ഇപ്പോൾ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ മിക്കവാറും ഇന്ത്യയിൽ ബീറ്റ വേർഷനിൽ ട്രൈ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് മണി ഏർണിംഗ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് മിക്കവാറും അത് പുറത്തിറങ്ങി വിജയകരമാകാൻ സാധ്യത കൂടുതലാണ്. കാരണം ഈ ഗൂഗിളിൻ്റെ ടാസ്ക് മേറ്റ് എന്ന ആപ്ലിക്കേഷൻ ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിന് മണി ഏൺ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഗൂഗിളിൻ്റെ ടാസ്ക് മേറ്റ് എന്ന ആപ്ലിക്കേഷൻ. ഈ ടാസ്ക് മേറ്റ് എന്താണെന്ന് വെച്ചാൽ അത് വേൾഡ് വൈഡ് ആയിട്ടുള്ള എന്തുമാകട്ടെ ബിസിനസ് പരമായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പോസ്റ്റ് ഇതിൽ ചെയ്യും. അവർ പോസ്റ്റ് ചെയ്ത് ടാസ്ക് കൊടുക്കും. അതായത് അവർക്കുള്ള ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടി അവർ ഇതിൽ നമുക്ക് പണി തരും. അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണ് ഇതിലുള്ള നമുക്കുള്ള പണി. അപ്പോൾ അത് നമ്മൾ ചെയ്തു കൊടുത്താൽ നമ്മുടെ പ്രാദേശിക കറൻസി ആയിട്ട് നമുക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും. വേറൊരു കാര്യം, ഇതിൽ നമുക്ക് ഇത് കുറേ സർവേസിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഉദാഹരണത്തിന് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഫോട്ടോ ഞാനിപ്പോൾ എടുക്കുവാണ്. അടുത്തത് ഞാൻ ഇപ്പോൾ എൻ്റെ മൊബൈലിൽ സേവ് ചെയ്ത് വയ്ക്കുവാണ്. എന്നിട്ട് സർവേയുടെ ഭാഗമായിട്ട് സർവേ ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇത് ഈ ടാസ്ക് മേറ്റിൽ വരും. നമ്മുടെ പേഴ്സണലി ആയിട്ടുള്ള നമ്മുടെ ആൻസേഴ്സ് ഇതിൽ പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ് ടൈറ്റിൽസ് കൊടുക്കുക. ഇംഗ്ലീഷ് വാചകം ഇപ്പം നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് ഭാഷയിലുള്ളത് നമ്മുടെ മലയാളത്തിലാക്കുക. അതായത് ട്രാൻസ്ലേറ്റിംഗ് നമുക്കറിയാമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതുപോലത്തെ കാര്യങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ ഉള്ളത്. അപ്പോൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ മണി ഏൺ ചെയ്യാനുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയിൽ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് പുറത്തു പോയി ചെയ്യേണ്ട ടാസ്കും ഉണ്ടായിരിക്കും. നമുക്ക് ഒരിടത്ത് ഇരുന്ന് ചെയ്യുന്ന ടാസ്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെല്ലാം വില്ലിംഗ് ആയിട്ടുള്ള പേഴ്സൺസ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. വേറെ കാര്യം, ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷനകത്ത് നമുക്ക് യൂട്യൂബിലുള്ളതുപോലെ അനലിറ്റിക്സ് ഉണ്ടായിരിക്കും. ഈ ആപ്ലിക്കേഷനിലുള്ള അനലിറ്റിക്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ പൂർത്തിയായി ചെയ്ത ടാസ്ക്, നമ്മൾ ശരിയായി ചെയ്തത്, നമ്മുടെ ലെവൽ, അതുപോലെ തന്നെ ഓരോ ടാസ്കിനും നമുക്ക് എത്ര രൂപ വെച്ച് കിട്ടുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ്റെ അനലിറ്റിക്സിൽ ഉള്ളത്. അപ്പോൾ യൂട്യൂബിൽ ഉള്ളതുപോലെ തന്നെയുള്ള ഒരു അനലിറ്റിക്സ് ആണ് നമ്മുടെ ഗൂഗിൾ ടാസ്ക് മേറ്റിലും വരാൻ ഉള്ളത്. അതുപോലെ തന്നെ അനലിറ്റിക്സിൽ ഓരോ ടാസ്കിൻ്റെയും എമൗണ്ട് അല്ലെങ്കിൽ ടാസ്കിൻ്റെയും പ്രതിഫലം എത്ര, അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് കിട്ടിയ എമൗണ്ട് എത്ര എന്ന് കാണിച്ചിട്ടുണ്ടാവും.
ഗൂഗിൾ നേരിട്ട് തരുന്ന ടാസ്കും ഉണ്ടാകും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഉള്ള കമ്പനീസ് നമുക്ക് തരുന്ന ടാസ്കും ഉണ്ടാകും. ഇപ്പോൾ ടാസ്ക് മേറ്റ് ഇന്ത്യയിലല്ലാതെ വേറെ നാടുകളിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ത്യയിലും ഇപ്പോൾ ഇനി അവൈലബിൾ ആകാൻ പോകുന്നു എന്നത് വളരെ നല്ലൊരു ന്യൂസാണ്. ഗൂഗിൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് 2 കാര്യമാണ്. ഒന്ന്, ഓരോരോ ബിസിനസ് മേഖലകളിൽ ഓരോരോ സ്ഥാപനങ്ങൾക്ക് അത് എവിടെയൊക്കെ തുടങ്ങിയ നന്നാകും എന്നുള്ള ഒരു ആക്യുറേറ്റ് ഉള്ള വിവരം നൽകാനും ഗൂഗിളിന്റെ കസ്റ്റമേഴ്സിന് സാധിക്കും. അതുപോലെ തന്നെ ഓരോരോ സ്ഥാപനം അതിന്റെ ഗൂഗിളിന്റെ മാപ്പിംഗ് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാനും ഈ ആപ്ലിക്കേഷനിലൂടെ ഗൂഗിളിന് സാധിക്കും. സോ ഈ ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ റിവ്യൂ കേട്ട്, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ വരണമോ ഇല്ലയോ, എങ്ങനെ ഉണ്ടായിരിക്കും ഈ ആപ്ലിക്കേഷൻ എന്നൊക്കെയുള്ള നിങ്ങളുടെ കമൻസ് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ചേർക്കുക. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ് ഈസ് സൈനിങ് ഓഫ് ഫ്രം മുഹമ്മദ് ഷമീർ ഫ്രം ഷമീർ ടെക് വീഡിയോസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. സോ ബൈ.